മോർണിംഗിലല്ല 11 മണിയായി. ഇത് ഞാൻ ഇന്നാളെ മേടിച്ച കയ്യിലാ. ഞാനിത് കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചേ ഇതങ്ങനെ കണ്ടിട്ടില്ലല്ലോ. ജോൺസൺ ചേട്ടൻ ഇത് നല്ല ഗ്രാൻഡ് ആയല്ലോ. ഈ ഒരുപാട് പേരുടെ ഇതില് ടോയ് പൊട്ടിന്ന് പറഞ്ഞ് കാണാറുണ്ട്. ചിലര് ചോദിക്കും ആരാ ഈ സംശയം ചോദിച്ചതെന്ന്. പണ്ട് ഇത് കാണുമ്പോ ഞാൻ ഓർക്കണേ ഇത് എവിടെ നിന്ന് ഇത് കിട്ടുമെന്നാണ്. നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടാക്കണമെന്ന് എനിക്കറിയാം, എന്നാ ചെയ്യണേ. പക്ഷെ ഇതൊരു ദുഃഖം ഉണ്ടാ. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഈ സുന്ദരമായ ആമ്പൽപ്പൂ പോലെ മനോഹരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇത് നമ്മളുടെ അടുത്ത വീട്ടിലെ സുനിലേട്ടൻ്റെ വീട്ടിലെ ആദ്യമായിട്ട് വിരിഞ്ഞ ആമ്പലാണ്. നല്ല മനോഹരമായിട്ടില്ലേ അതിൻ്റെ കളർ? ആ കളറ് നന്നായിട്ട് ക്യാമറയിൽ ക്യാച്ച് ചെയ്യുന്നുണ്ടല്ലേ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് പടം എടുത്തതാണ്, നിങ്ങളെയും കൂടി കാണിക്കാമല്ലോ എന്ന് കരുതി. ഗുഡ് മോർണിംഗ്. മോർണിംഗിലല്ല 11 മണിയായി. അല്ല, നമ്മൾ വീഡിയോ എടുത്ത് തുടങ്ങണത് ഈ സമയത്താണല്ലോ. അത് ശരിയാ. ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ സമയത്താണ് കേട്ടോ, അതുകൊണ്ടാണ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞത് 11 ആയിരുന്നു. ഇന്ന് അമ്മയുടെ വാട്ടായി ഡിഡിന്നേടെ കാണിക്കാം. ഇന്നത്തേക്ക് ഗ്രീൻ ടീ വെക്കാനുണ്ട്. അപ്പൊ അതിലൊരു ആക്ടിവിറ്റിയാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. സെറ്റിയുടെ മീതെ ചെളി വെക്കാതിരിക്കാൻ ഇട്ടിരിക്കുന്ന തുണിയാട്ടോ. ഞാൻ വെറുതെ സോപ്പ് പൊടിയിൽ ഇട്ടേക്ക് കുറച്ച് കഴിയുമ്പോൾ ഈ പൊടിയും ചെളിയൊക്കെ ആവുമല്ലോ. സെറ്റിയിൽ അഴുക്കാവാതിരിക്കാൻ ഇട്ടേക്കണ എല്ലാവർക്കും കാണാമല്ലോ. അതൊന്ന് കഴുകി വെയിലത്തിരുന്ന, വെയിലുള്ളപ്പോഴാണെങ്കിലേ വെയിലത്തിടണമെങ്കിൽ വൃത്തിയായിട്ടിരുന്നോളൂ. അതാ, അത് മാത്രമേ. ഇന്ന് അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട്, നല്ല വെയിലുണ്ട്, അത്യാവശ്യമല്ല. നല്ല വെയിലുണ്ട്, പക്ഷെ വെയിലിനൊരു ഷെയ്ഡായി. പാഷൻ ഫ്രൂട്ട് വന്നതാണ്. ഇവിടെ കുഴപ്പമില്ല, ഇവിടെ ഷെയ്ഡ് വേണമല്ലോ. ഞാൻ ഉടുമുള്ളിൽ ഇടുന്നത്, അപ്പൊ കുഴപ്പമില്ല. അതല്ല, ഇവിടെ കേറി വരുമ്പോഴേ മറ്റത് കേറി വരുമ്പോ എടുക്കാൻ നല്ല ഷോയായിരുന്നു. തീഷ്ണ ചൂടായിരുന്നു അല്ലേ? ചൂടിനൊരു ശമനായി. അവിടെയാണോ ഇവിടെയാണോ? ഇവിടെ അല്ല, ഇവിടെ വെയിലുള്ളിടത്ത് ഇരിക്കണം. അപ്പുറത്താ വെയിൽ പോയാൽ പറ്റൂല, അവിടെ കുറച്ച് കഴിഞ്ഞിട്ട് വെയിലാവൂ. കേട്ടെ, ഓട് നല്ല ക്ലീൻ ആയിട്ടിരിക്കണം. ഓടിട്ട വീടുകൾക്ക് എപ്പോഴും ഭയങ്കര ഭംഗിയാ കാണാൻ. ഓർമ്മകള്. ഇതാ തലഭാഗം കഴിഞ്ഞു. ഫസ്റ്റ് ആക്ടിവിറ്റി വാട്ട് ഐ ഡിഡ് ഇൻ എ ഡേ കഴിഞ്ഞു അല്ലേ? അവിടെ മുൻവശത്തെ അയെ പോയെന്ന് പിടിച്ചേച്ചു പോരെ. ഞാൻ കണ്ടു അയെ ഒടിയാൻ പാകത്തിന് ഇരിക്കുന്നത്. ഇത് ഞാൻ ഇന്നാളെ മേടിച്ച കയ്യിലാ. ഞാനിത് കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചേ ഇതങ്ങനെ കണ്ടിട്ടില്ലല്ലോ. ജോൺസൺ ചേട്ടന്റെ അവിടെ 60 രൂപയാ. കുഞ്ഞിതാ, കുഞ്ഞിതാ, പക്ഷെ ഇളക്കാൻ നല്ലതാന്ന് തോന്നുന്നു. നല്ലതാ. ചിരട്ടയുടെ ഇതിലൊന്നും നോക്കിക്കേ, വെളുത്ത കാന്താരി. ഇത് വലുതായി തുടങ്ങിയല്ലോ. വെളുത്തതാല്ലേ? വെളുത്ത 2 ആഴ്ച കഴിഞ്ഞാൽ പറിച്ചു കുത്തിക്കാം. ഈ ആത്തമരത്തേലേ 3 ആത്തച്ചക്ക ഉണ്ടായി ഇതില്. കഴിഞ്ഞ കൊല്ലം ഉണ്ടായിട്ട് ഒരെണ്ണൊറ്റ ഉണ്ടായുള്ളൂ, കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഒരെണ്ണം ഞങ്ങൾ പറിച്ചപ്പോ മുഴുവൻ കല്ലിച്ച് അപ്പാടെ നിങ്ങളെ കാണിച്ചു തന്നു, പുക പോലെ അകത്ത് കളഞ്ഞു. അതുപോലെ തന്നെ പരുവത്തിൽ ഒരെണ്ണം കിടപ്പുണ്ടെങ്കിൽ പറിക്കാം. പിന്നെ വേറെ ഒരെണ്ണം കൂടെ ഇതിലുണ്ട്, അത് ഏതായാലും പറിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ. പച്ചയാണ്, എന്തായാലും പഴുത്തിട്ടൊന്നുമില്ല. മുകളിലായതുകൊണ്ട് ഇത് കവറൊന്നും ഇട്ട് അടയ്ക്കാനും പറ്റൂല, പൊത്താതിരിക്കാൻ. അപ്പൊ നമുക്ക് പറിച്ചെടുക്കാം. ഏതായാലും ഞാൻ പറിച്ച് കാണിക്കാം കേട്ടോ. ആദ്യം കല്ല് പിടിച്ചിരിക്കണെങ്കിൽ പറിച്ചെടുക്കാം. കല്ല് പിടിച്ചേ ഇരിക്കണത് കാഴ്ചയിലിട്ടോ. ഈ താഴ്ച വരുമ്പോ എങ്ങനെയാന്ന് അറിയില്ല. പറിക്കട്ടെ? പറിച്ചോ പറിച്ചോ. കിട്ടിയില്ല. വലിച്ചതാ, കൊള്ളൂല. അത് എന്താ അറിയാം, കാണിച്ചു തരാം. ചീത്തയാണോ? പുറമേ കൊള്ളൂല, പുറമേ മുഴുവൻ മരം പോലെ ഇരിക്കണത്. ഏതായാലും പഴിപ്പിക്കാൻ വെച്ച് നോക്കാം. ഞാൻ കൊണ്ടുവന്ന് കാണിക്കാം കേട്ടോ. വേറെ ഒരെണ്ണം കൂടെ കിടപ്പുണ്ട്, പറിച്ചേച്ച് രണ്ടും കാണിക്കാം. ഇങ്ങനെ ഇരുന്നാ മറ്റേത് ആവശ്യമിരുന്നത്. മരം കണക്ക് അതിന്റെ തൊണ്ട്.
ഇത് ഏതായാലും ഇങ്ങനെ പറിച്ചെടുക്കാം കേട്ടോ. മൂത്തിട്ടുണ്ടോന്നൊന്നും അറിയില്ല. എന്തായാലും പറിക്കാം. അതിൽ കിടന്നാലും പിന്നെ നമ്മൾ വിട്ടു പോകുന്നത് ഒന്നാണ് കാര്യം. വിട്ടത്തിൻ്റെ തൊട്ടാണ് തണുക്കണം. അത് കല്ല് പോലെയല്ല ഉണ്ടായി. ഈ കല്ലിപ്പ് ഇതിന് തന്നെ എന്നാന്നൊരു പിടിയില്ല. കുയില് പറയുന്നുണ്ട് കുയിലിന് വേണോന്ന്. ഇത് കല്ലിപ്പില്ല. ഇത് പിടിച്ചു നോക്കി. ഫുൾ കല്ലിപ്പ. ഇതാണോ? ആ ഇത് കല്ലിപ്പ. അത് കൊള്ളൂല. ഇന്നാളെ അങ്ങനെ കിടന്ന് ആവിയായിട്ടിരുന്നത്. ഇതിന് കല്ലിപ്പില്ല. ഇവിടെയൊക്കെ ഇച്ചിരിച്ചുണ്ട്. ഇത് പഴുപ്പിക്കാൻ വെക്കാതായാലും പഴുക്കട്ടെ. പഴുത്ത് കഴിയുമ്പോൾ നിങ്ങളെ കാണിക്കാം. എന്തേ ഇതിനില്ല. കുഴപ്പമില്ലാന്ന് തോന്നുന്നത്. ഇവിടെ ഇച്ചിരി ഇതുണ്ടല്ലേ. പക്ഷെ വലിയ സുമാറുള്ളതല്ല രണ്ടും. ഇനിയിപ്പോ കാത്തിരുന്നാ മതി അത്തച്ചക്കയ്ക്ക് അടുത്ത കൊല്ലത്തേക്ക്. പിന്നെ കല്ലിപ്പുള്ളത് ഉണ്ടാവാതിരിക്കുന്ന ഭേദം. അതെ. ഒരു 4 പാഷൻ ഫ്രൂട്ട് പൊക്കത്തിൽ നിന്ന് പറിച്ചത് അവിടെ വെച്ചിട്ടുണ്ട്. ഓ അതാണ് ശബ്ദം കേട്ടേ. 4 എണ്ണം. ഓ ഓ ഓ 3 എണ്ണം പഴുത്ത. ഒരെണ്ണത്തിന് മാത്രമേ കളർ ചേഞ്ച് ഇല്ല. പറമ്പൊക്കെ നല്ല വെടിപ്പായി. ഇപ്പൊ നല്ല വെടിപ്പായി. കുറച്ച് ഭാഗം കൂടെ ക്ലീൻ ചെയ്യാനുണ്ട്. ഈ പണിയുടെ ഓർഡർ അനുസരിച്ച് അവർ വന്നത്. ഇതിൻ്റെ നെട്ട് മുറുകിയിട്ടുണ്ടോ എന്ന് നോക്കണം. അല്ലെങ്കിൽ നമ്മൾ വലിക്കുമ്പോൾ നെട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നെട്ടായിട്ട് കിട്ടൂല. പിന്നെ കെണിയാ. പിന്നെ തിരുവാണിയൂർക്ക് പോകേണ്ടി വരും മേടിച്ചെടുത്ത്. അപ്പം ശരി. ഇത് 21 രൂപയോട്ടോ. ഗ്രാം വേണമെങ്കിൽ കണ്ണാടി വെക്കണം. എത്രയാന്ന് നോക്കണമെങ്കിൽ. ഇന്നലെ കൊണ്ടുവന്നതാണ്. നമുക്കൊന്ന് അഴിച്ച് കാണിക്കാം. പാവയ്ക്ക. ചിലര് കൈപ്പയ്ക്കാന്ന് പറയുന്നു തോന്നുന്നതിന്. ഞങ്ങള് പാവയ്ക്കെന്നാട്ടോ പറയണത്. ഇത് കൈപ്പൻ പാവയ്ക്കാണെങ്കിലും ഒരു പ്രാവശ്യം ലുലുന്ന് ഇത് ഫുൾ ഫോമിൽ മേടിച്ചുകൊണ്ടുവന്ന് തോരനുണ്ടാക്കിയിട്ട് കയ്പ് തീരെ കുറവായിരുന്നു. നമ്മൾ പറഞ്ഞില്ലേ. ഇവിടെ മേടിക്കുമ്പോൾ ഈ മോഡലിന് കുരുന്നാക്കി കിട്ടുന്നത്. ഇങ്ങനെ കുരു എന്നുള്ളത് ഭയങ്കര കയ്പാണ്. ഇതിനത്ര കയ്പില്ല. ഇത് അവർ ഏതോ സ്പെഷ്യൽ ബ്രീഡാണെന്ന് എനിക്ക് തോന്നണത്. എന്നാണെങ്കിലും അധികം കയ്പില്ല കേട്ടോ. ഞാൻ വീണ്ടും പറയണു, പ്രൊമോഷനായിട്ട് പറഞ്ഞതല്ല. ഞങ്ങളിത് കാശ് കൊടുത്ത് മേടിച്ചതാണ്. ഉള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് നമുക്ക് ഒരു തോരനാക്കി എടുക്കാം. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഇത് കൊണ്ടുവന്നത് അറിഞ്ഞില്ല. അപ്പം ഇവിടെ പാവയ്ക്ക മേടിച്ച് ഞാൻ പാവയ്ക്കയും ചെമ്മീനും കൂടെ പുളിയിട്ട് പറ്റിച്ചൊലത്തിയിട്ടുണ്ട്. കറിയുണ്ട്. അപ്പം ഇത് തോരനാക്കി കഴിഞ്ഞാൽ നാളെ വല്ലതും എടുക്കാം. കറിയാക്കി വെക്കാം. അല്ലെങ്കിൽ വാടിപ്പോയാൽ കൊള്ളില്ല. വാടിപ്പോയാൽ കയ്പ് കൂടും. വാടൽ ചൊവ്വയും വരും. പക്ഷെ നല്ല ഭംഗിയുണ്ട് അല്ലേ. പണി എളുപ്പാക്കാനാ മേടിച്ചല്ലേ. അവിയൽക്കട്ട അങ്ങനെയല്ലേ മേടിച്ചേ. അവിയൽക്കട്ട ഇതേ കൊഴുവ, സൂചിക്കൊഴുവ, ഉണക്ക. ഇപ്പം നമുക്ക് തോരനുണ്ടാക്കുമ്പോൾ കാണിക്കാം. ക്ലിപ്പിങ് തോരനുണ്ടാക്കണതൊക്കെ ഇഷ്ടംപോലെ കാണിച്ചിട്ടുണ്ട്. എന്നാലും ഒരു ക്ലിപ്പിംഗ് എടുക്കാം അല്ലേ. ഓക്കെ. വലിക്കാൻ പിടിച്ചോണ്ട് നിക്കണേ. വലിച്ചു വെച്ചേക്കണ കാണിക്കണ്ടേ. ഇത് നല്ല ഗ്രാൻഡ് ആയല്ലോ. സൂപ്പർ ആയിട്ടോ. കുറച്ചു നേരം നമ്മൾ കണ്ടതാണോ? അതെ. അറിയേയില്ല. നീ അവിടെ എഡിറ്റിംഗ് നടത്തിയത് കൊണ്ട് പിന്നെ ഓർത്ത വലിക്കണമെന്ന് പിടിച്ചില്ലെങ്കിൽ ആ സബ്സ്ക്രൈബേഴ്സ് ആൻഡ് വ്യൂവേഴ്സ് പറയും കണ്ടില്ല എന്ന് പറയും. എനിക്ക് ഈ ചോപ്പർ മേടിച്ചിട്ടാ ഇന്നേ വരെ ഈ ചോപ്പറിന് ഒരു കംപ്ലൈന്റ് വന്നിട്ടില്ല. ഇത് ഏതാ? പിജിയൻ. 4 കൊല്ലായില്ലേ? ആയി. പക്ഷെ ഞാനിത് ഉപയോഗിക്കുന്നത് നല്ലതായതുകൊണ്ട് മാത്രം പറയണ്ട. ഈ ഒരുപാട് പേരുടെ ഇതിൽ ടോയ് പൊട്ടിയെന്ന് പറഞ്ഞ് കാണാറുണ്ട്. ഞാനത് ഇങ്ങനെ സൂക്ഷിച്ച് വലിക്കുമ്പോൾ കറക്റ്റ് ആയില്ലെങ്കിൽ പിന്നെ അത് തുറന്നേച്ച് ബ്ലേഡ് ശരിക്ക് വെച്ചേച്ച് വലിക്കണോണ്ടാണോ എന്താന്ന് എനിക്കറിയില്ല. ഒരുപാട് ഉപയോഗം ഞാൻ ഇതിൽ നടത്താറില്ല. ഇനിയിപ്പോ പപ്പായ ഒന്ന് അരിയണം. ഇതില് ഒരു സബ്സ്ക്രൈബർ നാളെ പറഞ്ഞില്ലേ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് അരിഞ്ഞാൽ നൈസായിട്ട് വരുമെന്ന്. അപ്പൊ അത് സ്ലൈസറിലാ പപ്പായ അരിയാറ്. എന്നായാലും എനിക്കിത് നല്ല വർത്താട്ടോ. എന്റെ അനുഭവം പറഞ്ഞതാണ്. ഓരോരുത്തർക്കും ഓരോ ഇതിനോടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല. അപ്പൊ നമുക്കൊന്ന് ഒരു 3 വരി മതി. നല്ല കാണിക്കാം. ഓപ്പൺ ചെയ്യണം. അയ്യോ നോക്കാം. ഇല്ലെങ്കിൽ ഒന്നോടെ വലിക്കാം കേട്ടോ. 2 ആയില്ല. ഒരു 3 വലിക്കാം. 3 വലിക്കാം. ഇത് അടയ്ക്കുമ്പോഴും കറക്റ്റ് ആയിരിക്കണം. ടോയിനും നല്ല ഇതിലായിരിക്കണം. അല്ലെങ്കിൽ അത് കറക്റ്റാ.
ഉണ്ട്. വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ടെന്നുള്ളൂ, പക്ഷെ തിക്നെസ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതൊന്നുമില്ല, അരിഞ്ഞ് കിട്ടുന്നതുകൊണ്ട് സൗകര്യം. രണ്ടോടെ ആവാം. ഇച്ചിരി കടുപ്പൊടി ഇതെന്നാന്നോ ആവിയിൽ വേവിച്ചെടുക്കുക, തേങ്ങ ഇട്ട പറ്റിക്കണില്ല. പറ്റിക്കണാണെങ്കിൽ ഈ പരുവത്തിന് വെള്ളം ഒഴിച്ച് വെച്ച് നമുക്ക് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് പറ്റിക്കാതെ. തോരൻ വെക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു, 2 തരി കടുക, 2 തരം ഉള്ളി, വെളുത്തുള്ളി ചുമന്നുള്ളി, 2 കാന്താരി ഇട്ടിട്ടുള്ളൂ. കാരണം മുളക് പൊടി ചേർക്കണം കേട്ടോ, അതുകൊണ്ടാണ് അതിട്ടു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി കേട്ടോ. പതുക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ അത് ചേർക്കാം. എന്നിട്ട് പിന്നെ ഉപ്പ് വരട്ടി ഒരു സവോള അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇത് എരിഞ്ഞ് നല്ല രസമാണ് അരിഞ്ഞിരിക്കുന്നതാണ്. സവോള കൈ കൊണ്ട് അരിഞ്ഞ കേട്ടോ. എന്നാൽ ആരോ പറഞ്ഞ നല്ലതാട്ടോ. ഇതില് ചോപ്പറിലല്ല, ഗ്രേറ്ററിലോ അങ്ങനെയാണെന്ന് തോന്നുന്നു. എന്തോ ഒരാൾ എരിയകനുണ്ടായിരുന്നു. പപ്പായ എങ്ങനെ അരിഞ്ഞാൽ നല്ലതാണ്. ഞാൻ ചോപ്പറിലേക്ക് നോക്കിയിട്ടില്ല. സബ്സ്ക്രൈബേഴ്സ് എന്നോട് പറഞ്ഞായിരുന്നു ചോപ്പറിൽ കട്ട് ചെയ്തിട്ട് അരിയാന്ന്. ഞാൻ ആ പഴയ സ്ലൈസറിൽ കായൊക്കെ വറക്കാൻ വെച്ചേക്കണം, അതിനകത്ത് ആ സ്ലൈസറിൽ അരിഞ്ഞെടുക്കണം. അല്ലാതെ ഇങ്ങനെ കൈകൊണ്ട് അരിഞ്ഞു കഴിഞ്ഞാൽ എത്ര നേരം കൊണ്ട് അത്രയും നൈസായിട്ട് ഞാൻ അരിഞ്ഞാൽ വരുവോ ഇല്ല. ഒരു ദിവസം നമുക്ക് പപ്പായ ചോപ്പറിലും അത് കാണിക്കാം. എന്തായാലും കുറെ പേര് പറഞ്ഞതാണ് നമ്മളോട്. അല്ല, അത് കാണിക്കാതെ ഒരു കാര്യമുണ്ട്. ആ പപ്പായ മരത്തെ നീങ്ങി പറിച്ചോ വാടി കിടക്കുക, അതാണൊരു പ്രശ്നം. ആ മറ്റേതിലുണ്ടായിട്ടുണ്ട്, 2 പപ്പായലുണ്ട്. കരട്ട തൊട്ടിയിലും ഉണ്ട് കുഞ്ഞത്. അത് പക്ഷെ മൂത്ത് വരാൻ താമസം എടുക്കും. മറ്റേതിലുണ്ടായാലും മൂത്ത് വരുമ്പോൾ കാണിക്കാം. അല്ലെങ്കിൽ ഇത് പിടിച്ചു വരുവാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ അടുത്ത ആഴ്ച പറിക്കാം കേട്ടോ. പിന്നെ ചെമ്മീനും കൊണ്ട് ഒരു ഐറ്റം ചെയ്യാനുണ്ട് നീ പറഞ്ഞത്. മൂത്ത ചെമ്മീൻ കിട്ടിയില്ല, അതാ. നമുക്കിത് ഇടാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, തേങ്ങ. ഇത് അധികം മൂക്കാനിരിക്കണ്ട, കാരണം ഇതിലിട്ട് വേവാനുള്ളത് കൊണ്ടാട്ടോ. ഉലർത്തണമാണെങ്കിൽ ഉള്ളി നന്നായിട്ട് മൂത്തതിന് ശേഷം ചേർക്കാം. ഉലർത്തണില്ല, നമ്മൾ പാവയ്ക്ക വേവിച്ചെടുക്കൂലേ, അപ്പോൾ ഉള്ളി ആ കൂടെ കിടന്ന് വെന്തോളൂ കേട്ടോ. ഇതെല്ലാം പറയണം ന്യൂജന് വേണ്ടിയാട്ടോ. കാരണം ഒരുവിധം കുക്കിംഗ് ചെയ്യണവർക്കൊക്കെ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള രീതി അറിയാം. അപ്പം ന്യൂജൻ പല സംശയങ്ങളും ചോദിക്കണോണ്ടാണ് ഇങ്ങനെ പറയണം. ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കണോണ്ടാണെന്ന് പറയുമ്പോൾ അറിയാവുന്ന വ്യക്തികൾ എപ്പോഴും, എല്ലാവരും ഒന്നുമില്ല, ചിലർ ചോദിക്കും ആരാ ഈ സംശയം ചോദിച്ചതെന്ന്. തീർച്ചയായിട്ടും ചോദിക്കുന്നുണ്ട്. ഞങ്ങളുടെ കമൻറ്റിൽ നോക്കി അറിയാം. പുതിയ കുട്ടികളാണ് കൂടുതലും ചോദിക്കണമെന്ന് ഞാൻ മനസ്സിലാക്കണം കേട്ടോ. അതുകൊണ്ട് മാത്രം പറയണം. നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടാക്കണമെന്ന് എനിക്കറിയാം. എന്നാ ചെയ്യണം, എല്ലാവർക്കും വേണ്ടിയല്ലേ നമ്മൾ വീഡിയോ നടത്തണം. എല്ലാ വിഭാഗത്തിലുള്ളവരും കാണൂലേ ഇത്. അപ്പം അത് കാരണം A to Z പറയണത് കേട്ടോ. അപ്പം ഇനി ഇടാ. ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്നത് കേട്ടോ. അതെ, സവോള കടും പച്ച നിറത്തിലുള്ള പാവയ്ക്ക് സവോള. ഒരു മിനിറ്റ്, ഒരു ഫോട്ടോ എടുക്കട്ടെ. നല്ല രസമാണ് കാണാൻ, കോൺട്രാസ്റ്റ് കളറായതുകൊണ്ടാണ്. മുളക് പൊടി ഇട്ടുകൊണ്ടാട്ടോ ചുമന്ന നിറം. മുഴുവൻ പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് മുഴുവൻ പച്ചപ്പായിട്ട് വേണ്ടാന്ന് എനിക്ക് ഇന്നൊരു തോന്നൽ. അല്ലെങ്കിൽ ഞാൻ മുളക് പൊടി ചേർക്കാം. മുളക് ഇരിപ്പുണ്ടായിരുന്നു. ഒരു വെറൈറ്റിക്ക് വേണ്ടി ചെയ്തതാണ്. പച്ചയും ചുവപ്പും കൂടെ മിക്സിനാവട്ടെ എന്ന് വരും. നമുക്ക് ഉപ്പ് തിരുമ്മി വെച്ചിരുന്നതുകൊണ്ട് അതിൽ നിന്ന് സ്വയം വെള്ളം ഇറങ്ങി വരും. പിന്നെ ചോപ്പറിൽ ഇങ്ങനെ ചെയ്തത് കൊണ്ട് നൈസായിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളം തളിക്കേണ്ടി വരില്ല. വെള്ളം തളിക്കേണ്ടി വന്നാൽ ഇച്ചിരി കൈകൊണ്ട് വെള്ളം എടുത്ത് തളിക്കാം കേട്ടോ. വേവിക്കാനായിട്ട് തളിക്കേണ്ടി വരില്ല, കാരണം നൈസായില്ല. അവിയൽ കഷ്ണം പോലെ തീരെ നൈസായി. നീ മേടിച്ചോണ്ട് അവിയൽ കണ്ടേ. ഓക്കെ, ഇടയ്ക്ക് ഇളക്കി വിടണം, കാരണം ഇത് നോൺ സ്റ്റിക്ക് അല്ലാത്തത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വിട്ടേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അടി പിടിക്കും കേട്ടോ. ഇത് ഹാർഡ് അനോഡൈസ്ഡിന്റെ കടായിയാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. ബ്രോഡ്വേ എന്നാണ് കേട്ടോ ആ ഷോപ്പിന്റെ പേര്. അത് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണണമെങ്കിൽ നമ്മൾ ആ വീഡിയോയുടെ ലിങ്ക് താഴെ അയക്കാം. അപ്പൊ അതൊന്ന് നിങ്ങൾ കണ്ടു നോക്കുക. ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഈ പാത്രം എവിടെ നിന്നാണ്. കാർഡ് എന്റെ കയ്യിൽ നിന്ന് പോയി. അവരൊരു കാർഡ് നമുക്ക് തന്നായിരുന്നു, അത് എന്റെ കയ്യിൽ നിന്ന് പോയി. ഇപ്പൊ നല്ല ഷോപ്പാ, ഒരുപാടുണ്ട്. അല്ല മുളന്തുരത്തിലുണ്ടല്ലോ, ഷൈൻ സ്റ്റോഴ്സിൽ ചെറുത് മുതൽ ഏത് വലിപ്പം വേണമെങ്കിലും ഉണ്ട് അവിടെ. ഞാൻ ഓൺലൈനിലും കിട്ടും. ഞാൻ നമ്മളെ ഒരു നല്ല ജീൻചട്ടി ഇന്നാലും മേടിച്ചില്ല, അലൂമിനിയം അല്ലാത്ത വേറൊരു ടൈപ്പ്, ഇറ്റാലി അല്ലാത്ത വേറെ. അന്നേരം അവിടെ ഇതിന്റെ പല മോഡലുണ്ട്. ഇപ്പൊ ഏത് വേണമെങ്കിലും ഷോപ്പിലും ഉണ്ട്, ഓൺലൈനിലും ഉണ്ട് അല്ലേ. പണ്ട് ഇത് കാണുമ്പോ ഞാൻ ഓർക്കണേ ഇത് എവിടെ നിന്ന് ഇത് കിട്ടുമെന്നായിരുന്നു വീഡിയോസ്. പേരറിയില്ലാത്തോണ്ടാ. പേരറിയില്ല, അതാണ്. പിന്നെ വേറൊരു രീതിയുണ്ട്. നീ നാളെ എന്നോട് വേണോന്ന് ചോദിച്ചില്ല. അതായത് അകത്ത് സ്റ്റീല് പോലെ, പുറമെ ഇൻഡാലിയോ. അത് എന്താന്ന് ഞാൻ മറന്നുപോയി, പക്ഷെ കാര്യം പിടികിട്ടി. എന്നോട് അന്ന് ചോദിച്ചു. അന്ന് ഞാൻ വേണ്ടെന്നല്ല, എനിക്കിപ്പോ ആവശ്യമില്ല. പാത്രങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഒരു പരിധി കൂടിയ പഴയ വീടുകളൊക്കെ ആകുമ്പോൾ പാത്രങ്ങൾ സൂക്ഷിക്കാൻ വിഷമം. അതുകൊണ്ട് എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറയാൻ നേരം. ഓക്കെ, അപ്പം ദേ ഈ ഫോമിൽ
സാധനം വെന്തു, വെള്ളമൊന്നും തിളയ്ക്കണ്ട, എല്ലാം കറക്റ്റാക്കി ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഒന്ന് ഇളക്കി കാണിച്ചു തരാം കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്യുക കേട്ടോ. രുചിയുണ്ടോ? നല്ല രുചിയാ. കയ്പുണ്ടോ? ഇന്നാള് കൊണ്ടുവന്ന ഈ കരിമ്പച്ച ലുലൂല കരിമ്പച്ച പാവയ്ക്കും കയ്പ് തീരെ കുറവായിരുന്നു. അന്ന് നമ്മൾ ഉലർത്തുക ചെയ്തതെന്ന് എനിക്ക് തോന്നണതാ. ഞാൻ മറന്നു. ഫ്രൈ ആണ്. സാലഡ് പോലെയൊക്കെ ഉണ്ടാക്കി നമ്മള്. ആ ഉവ്വ ആ ശരിയാ. ഇത് ഒട്ടും കയ്പില്ല. പക്ഷെ ഇതൊരു ദുഃഖം ഉണ്ടാ ഇതില. കാരണം ഇത് വിളമ്പണം കാണിക്കാൻ സാധിക്കൂല. നാളെ ആയിരിക്കും ഇത് എടുക്കണത്. ഇന്ന് എടുക്കാതിരിക്കണതിന്റെ കാരണം ആദ്യം ഉണ്ടാക്കിയത് ആദ്യം എടുത്ത് തീർക്കണം. അപ്പൊ ഇന്നിപ്പോ ഉച്ചയ്ക്ക് പാവയ്ക്ക ചെമ്മീനിട്ട മെഴുക്കുവരട്ടിയുണ്ട്, കൊഴുവ വറുത്തതുണ്ട്, പിന്നെ പിക്കിള തൈരെടുക്കാം. ഇന്ന് വൈകുന്നേരം അവിയലെടുക്കും, കൊഴുവ എടുക്കും. അപ്പൊ ഇതെടുക്കൂല, നാളെ ഇതെടുക്കൂല. അപ്പൊ വീഡിയോഗ്രാഫർ ഇവിടെ ജോലിക്ക് പോണ സമയത്ത് അത് എടുക്കുന്നത്. വീഡിയോഗ്രാഫർക്ക് ഉച്ചത്തേക്ക് കൊടുത്തു. അപ്പൊ പടം എടുക്കാൻ പറ്റൂല. ഇപ്പൊ നന്നായിട്ട് എടുത്തു വെച്ചോ. അതാ എനിക്ക് പറയാനിരുന്നത്. ഓക്കെ, കാണാൻ തന്നെ നല്ല ശേല. നല്ലതാ, നേരെ കഴിപ്പോളൂ. ഞാനങ്ങനെ അധികം കഴിപ്പുണ്ടെങ്കിൽ തിണ്ട് ചൂടായ കൊണ്ടാട്ടോ അങ്ങനെ കാണിച്ചേ. നേരെ കഴിപ്പോളൂ. അടച്ചേക്കട്ടെ. ഓക്കെ, പച്ചപ്പാവയ്ക്ക, കരിമ്പച്ച നിറത്തിലുള്ള പാവയ്ക്ക, സവോള, തേങ്ങ, ജീരകം, ഉള്ളിയൊക്കെ ഇട്ടുണ്ടാക്കിയ സാധാരണ രീതിയിലുള്ള തോരൻ. അമ്മയ്ക്ക് ഇഷ്ടമാണോ പാവയ്ക്ക? എനിക്ക് പാവയ്ക്കയും നിങ്ങളുടെ പാവയ്ക്കയും ചെമ്മീനും കൂടെ ഉള്ള ഉലർത്താൻ എനിക്കിഷ്ടം. പാവയ്ക്ക എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം. പക്ഷെ എങ്കിലും എന്നെപ്പോലെ കുറച്ച് പേരെങ്കിലും ഉണ്ടാവാതിരിക്കില്ല അല്ലേ? പാവയ്ക്ക എന്ന് പറഞ്ഞാൽ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് പച്ചക്കറികളിൽ ഒന്നാണ്. എനിക്ക് മെഴുക്കുവരട്ടിയാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ ചെമ്മീനും പാവയ്ക്കൊക്കെ എനിക്ക് ജീവനാണ്. വേറെ ഒരു കറി എനിക്ക് ആവശ്യം വരില്ല. പക്ഷെ അത്രയും കേമനായിട്ട് എനിക്ക് ഇവനെ തോന്നിയില്ലെങ്കിലും ഇതാ കുനുകുനാന്ന് അരിഞ്ഞതുകൊണ്ടൊക്കെ അതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ശരിക്കും ഓരോ പച്ചക്കറിയുടെ അരിവിലും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്നുണ്ട് അല്ലേ? നല്ല കുനുകുനാന്ന് അരിഞ്ഞേക്കണോണ്ട് മാത്രമാണ് ഇതിന് ഇത്ര ടേസ്റ്റ് ഫീൽ ചെയ്യുന്നത്. അതെനിക്ക് സത്യത്തിൽ ഇപ്പോഴാണ് മനസ്സിലായത്, അരിവിലും കാര്യമുണ്ടെന്ന്. അതായത് അരിയുന്നതിലും കാര്യമുണ്ടെന്ന്. അപ്പോൾ തോരൻ തേങ്ങയൊക്കെ ഇട്ടിട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. പക്ഷെ ഒന്ന് പറയണം, ഇതിന് കയ്പ്പ് പ്രതീക്ഷിച്ചത്ര ഉണ്ടായിരുന്നില്ല. സാധാരണ പച്ചപ്പാവയ്ക്കൊക്കെ കയ്പ്പെന്നൊക്കെ ആണല്ലോ നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ഇതിന് അങ്ങനത്തെ ഒരു കയ്പ്പ് ഉണ്ടായിരുന്നില്ല. വളരെ നോർമലായിട്ടുള്ള ഒരു കയ്പ്പായിരുന്നു. എങ്കിലും ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. എന്നെപ്പോലെ പാവയ്ക്ക ലവേഴ്സ് ഇവിടെ ഉണ്ടെങ്കിൽ വേഗം തന്നെ കൈ പൊക്കിക്കോ.